Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ എക്സാംസ് മാർച്ച് 20th സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. 4 സബ്ജക്ട്സിന്റെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ് ആൻഡ് GST. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. 6th സെമസ്റ്ററിലെ 2 പ്രോബ്ലം പേപ്പേഴ്സ്, ഇൻകം ടാക്സ് ആൻഡ് GST, അതുപോലെ തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇത് രണ്ടുമാണ് അവൈലബിൾ ആവുക കേട്ടോ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ essay ചോദ്യം ഇതാണ്. സാധാരണ 4 essay ചോദ്യത്തിൽ ഒരു പ്രോബ്ലവും 3 തിയറി ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. അത് ചില സമയത്ത് 3 എണ്ണം ഡിറക്റ്റ് ടാക്സിൽ നിന്നും 1 എണ്ണം GST, ചിലപ്പോൾ 2 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഡിറക്റ്റ് ടാക്സ്, 2 എണ്ണം GST, അങ്ങനെയും വരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 1 എണ്ണം കമ്പൽസറി ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രോബ്ലം നിർബന്ധമായും പഠിക്കാം. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ശരിയാവുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിലൊരു മാറ്റവും ഇല്ല കേട്ടോ. ഇതാണ് ആദ്യം പറയാനുള്ളത്. ഇനി രണ്ടാമതായിട്ട് GSTയുടെ ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും GSTയുടെ ബേസിക് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം വരാറുണ്ട്. എന്താണ് GST, അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്, ഇത് എക്സ്പ്ലെയിൻ, അതുപോലെ തന്നെ അതിൻ്റെ ഇവല്യൂഷൻ നോക്കാം, ഇവല്യൂഷൻ. സോ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുള്ളതാണ്. നിർബന്ധമായും പഠിക്കുക. ബേസിക്സ് നല്ല രീതിയിൽ പഠിക്കുക, എന്തായാലും സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതാണ് സജസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു ചോദ്യം. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. എക്സ്പ്ലെയിൻ ഇൻകം ടാക്സ് റിട്ടേണിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം. എക്സ്പ്ലെയിൻ വാരിയസ് ഇൻകം ടാക്സ് റിട്ടേൺ ടൈപ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഫയലിംഗ് ചോദിക്കാറുള്ളതാണ്. റിട്ടേൺസ് ആൻഡ് ഫയലിംഗ് പ്രൊസീജിയർ നിർബന്ധമായും പഠിക്കണം കേട്ടോ. ഫയലിംഗ് പ്രൊസീജിയർ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഫയലിംഗ് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്സ് ഇൻ ഫയലിംഗ് ഓഫ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് ഇൻകം ടാക്സ് റിട്ടേണും അതുപോലെ തന്നെ അതിൻ്റെ ഫയലിംഗ് പ്രൊസീജിയേഴ്സ് നോക്കിയിരിക്കണം. ദെൻ ഫയലിംഗ് എന്താണ് അതിൻ്റെ സ്റ്റെപ്സ് നോക്കിയിരിക്കണം. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേണിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റാണ്. അതിൽ നിന്ന് പലപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ചില സമയത്ത് 5 മാർക്ക് വരാറുണ്ട്, ചിലപ്പോൾ SCക്ക് ഇടാറുണ്ട്. എക്സ്പ്ലെയിൻ ദ പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് CBDT. ഓക്കെ, SAക്ക് സ്കോപ്പുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനായിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. റിക്കവറി ഓഫ് ടാക്സ് എന്താണ്? റിക്കവറി ഓഫ് ടാക്സ്
എന്താണ്. ദെൻ വാരിയസ് മോഡ്സ് ഓഫ് റിക്കവറി, വാരിയസ് മോഡ്സ് ഓഫ് റിക്കവറി ഓഫ് ടാക്സ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. ഇത് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നെക്സ്റ്റ് GST രജിസ്ട്രേഷനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം പലപ്പോഴും വരാറുണ്ട്. ഒരെണ്ണം GST രജിസ്ട്രേഷൻ റിക്വയർമെൻറ്റ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് രജിസ്ട്രേഷൻ ഉണ്ട്, മെത്തേഡ്സ് അത് നോക്കിയിരിക്കണം കേട്ടോ. കമ്പൽസറി രജിസ്ട്രേഷൻ, വളണ്ടറി രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ GST രജിസ്ട്രേഷൻ റിക്വയർമെൻറ്റ്സ് അതും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമുക്ക് ഡയറക്റ്റ് ടാക്സിൻ്റെ ഏരിയയിൽ പറയാനുള്ള ഒരെണ്ണം ഡിഡക്ഷൻസ് ആണ്. ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം അത് ചോദിക്കാറുണ്ട്. ചില സമയത്ത് ചില 80G ഒക്കെ എടുത്ത് ചോദിക്കാറുണ്ട്, 80G. അപ്പോൾ 4 essay നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഇതല്ലാണ്ട് നമ്മളെ എന്താണ് കണ്ടുവന്നിട്ടുള്ള ഒരെണ്ണം പറയാനുള്ളത്, GSTയുടെ ഏരിയയിൽ ടൈം ഓഫ് സപ്ലൈ എന്താണ്, അതിൻ്റെ കമ്പ്യൂട്ടേഷൻ, ഡിറ്റർമിനേഷൻ പല കേസസിൽ. അപ്പോൾ നമുക്ക് 4 essay ആണ്. 4 essayക്ക് ഉള്ള സജഷൻസ് ആണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഷുവർ ക്വസ്റ്റ്യൻ, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ പ്രോബ്ലം, GSTയുടെ ബേസിക്സ് എല്ലാ ക്വസ്റ്റ്യനുകളും റിപ്പീറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GST ഇല്ല, അത് നോക്കണം കേട്ടോ. CGST, SGST, UTGST അതിനെപ്പറ്റിയിട്ട് എക്സ്പ്ലെയിൻ, ആ ബേസിക്സ് നോക്കുക. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 2 essay, ഒരെണ്ണം ഡയറക്റ്റ് ടാക്സ്, ഒരെണ്ണം ഇൻഡയറക്റ്റ് ടാക്സ് നിന്ന് കിട്ടും. പിന്നെ ഈ പറയുന്ന ഇൻകം ടാക്സ് റിട്ടേൺ അതിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ആണ്. അതിൻ്റെ ഫൈലിംഗ് ഓഫ് റിട്ടേൺ, അതിൻ്റെ സ്റ്റെപ്പുകൾ അതൊരെണ്ണം. പിന്നെ പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് നോക്കണം, ചിലപ്പോൾ അത് 5 മാർക്കിൻ്റെ ആയിരിക്കും വരാം. പിന്നെ കണ്ടുവന്നിട്ടുള്ളത് റിക്കവറി ഓഫ് എന്താണ് ടാക്സ്, ഇതിനായിട്ട് മുമ്പ് കണ്ടിട്ടുള്ളതാണ് മോഡ്സ് ഓഫ് റിക്കവറി. GST രജിസ്ട്രേഷൻ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളൊരു ചോദ്യമാണ്. പിന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നുള്ള ഡിഡക്ഷൻസ്, ടൈം ഓഫ് സപ്ലൈ എന്താണ്, അതിൻ്റെ ഡിറ്റർമിനേഷൻ പല സിറ്റുവേഷനിൽ എന്തൊക്കെയാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ essayക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ ലഭിച്ചിരിക്കും. അപ്പോൾ ആദ്യം പറഞ്ഞത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ ഒരു പ്രോബ്ലം, ദെൻ GSTയുടെ ബേസിക്സ്, ഇൻകം ടാക്സ് റിട്ടേണിനെ റിലേറ്റ് ചെയ്തുള്ള ഏരിയ, ദെൻ പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്, റിക്കവറി ഓഫ് ടാക്സ്, GST രജിസ്ട്രേഷൻ, ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം, ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, ടൈം ഓഫ് സപ്ലൈ ഒറ്റ പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.